ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖല്ലേ? ഇത് നമ്മളെ ആദ്യക്ക് ഒരു കഥാ ബുക്ക് വാങ്ങിക്കൊടുത്തു. അവൾ രാത്രി ഇങ്ങനെ കഥയ്ക്ക് വേണ്ടി ഇങ്ങനെ ചോദിക്കലുണ്ട്, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ടൈമിലൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു കുറേ കഥകളൊക്കെ കഴിഞ്ഞ്, അപ്പോൾ ഇനി കഥകൾ ബുക്ക് എന്നാവാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ബുക്ക് വാങ്ങിയാണ് കോഴിയും കുറുക്കനും എന്നുള്ളത്. നല്ലൊരു ബുക്കാണ്, കുറേ ചിത്രകഥകളുണ്ട്. ആദ്യക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. അങ്ങനെ ഇതിലൊരു കഥ നമുക്ക് ആദ്യക്ക് ഇന്ന് പറഞ്ഞു കൊടുക്കാം. നിങ്ങളും കേട്ടോളി, ഓക്കെ? ഇതാണ് ബുക്ക്, കോഴിയും കുറുക്കനും. ഇത് എഴുതിയത് മടവൂർ ശശി എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ. ഓക്കെ, നമുക്ക് കഥ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ കഥേൻ്റെ പേര് കാക്കയും കുറുക്കനാണ്. കാക്കയും കുറുക്കനും അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മെറിമേച്ചൊക്കെ വരുന്നുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് കഥ പറഞ്ഞു കൊടുക്കാം. കഥ പറയട്ടെ ആദ്യം? ഹായ് പറ കുട്ടികളോട്. അപ്പോൾ കാക്കയും കുറുക്കനും. ഒരു കാക്ക ഒരപ്പ കഷണം ഒരു മരച്ചില്ലയിൽ ഇരുന്ന് തിന്നുകയായിരുന്നു. ഒരു കാക്ക ഒരപ്പം മരത്തിൻ്റെ ഇരുത്ത് തിന്നേനു, അതാ കണ്ടല്ലേ? അതുവഴി ഒരു കുറുക്കൻ വന്നു. അവൻ്റെ വായിൽ വെള്ളം മുറി. അപ്പം കണ്ടിട്ട് വായിൽ വെള്ളം മുറി. എങ്ങനെയെങ്കിലും ആ അപ്പ കഷ്ണം തട്ടിയെടുക്കണം. എങ്ങനെയെങ്കിലും അപ്പ കഷ്ണം തട്ടിയെടുക്കണം. അഞ്ഞു പറഞ്ഞ കഥയാണോ നമുക്ക് നോക്കി വെക്കാം. അപ്പോൾ കുറുക്കൻ പറയാം, ഹലോ കാക്കത്തമ്പുരാട്ടി, സോപ്പിടുക. നീ എത്ര സുന്ദരിയാണ്, നിന്നെ കാണാൻ നല്ല രസമുണ്ട്. നിന്റെ ചിറകിന് എന്താ ഭംഗി, ആഹാ കറുപ്പ് നിറം. സുന്ദരി, നീ നന്നായി പാടുമെന്ന് കേട്ടല്ലോ, ഒരു പാട്ട് പാടി തരുമോ? വിഡ്ഢിയായ കാക്ക അതെല്ലാം വിശ്വസിച്ചു ഒന്നുകൂടി ഞെളിഞ്ഞിരുന്നു. ആഹാ, ഞാൻ ഇത്ര സുന്ദരിയാണല്ലോ, എൻ്റെ ചെറുകിനൊക്കെ നല്ല കറുപ്പ് നിറമാണല്ലോ, ആഹാ. ഷേ, ഒന്ന് പാടുന്നേ, ആ മധുരസ്വരം ഞാനൊന്ന് കൂടി കേട്ടോട്ടെ, കുറുക്കൻ പറഞ്ഞു. പൊക്കി പറഞ്ഞപ്പോൾ എന്തായി? കാക്ക പാടാനായി വാ തുറന്നു. വാ തുറന്ന എന്തൊക്കെയാ അവസ്ഥ? അതെ, കടിച്ചു പിടിച്ചിരുന്ന അപ്പ കഷ്ണം താഴെ വീണു. പെട്ടെന്ന് തന്നെ കുറുക്കൻ അത് ചാടിപ്പിടിച്ച് അകത്താക്കി. അവനൊരു മൂളിപ്പാട്ടും പാടി അവിടെ നിന്നും പോയി. പാവം കാക്ക കരഞ്ഞും കുത്തിരുന്നില്ലേ? എങ്ങനെയുണ്ട് ഗൈസ് കഥ? കുട്ടികളെ ഇഷ്ടപ്പെട്ടോ? ആദ്യം ഇഷ്ടപ്പെട്ടോ? ഇനി നമുക്ക് അടുത്ത കഥയായിട്ട് വരാം, ഓക്കെ?